നമസ്കാരം, ഞാൻ ബോബി രാജസസ്. നിങ്ങൾ ഏവരെയും എഡ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോ വരുന്ന RRB Zen 04/2024 നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പലരും അപ്ലൈ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷനാണ് ഏത് സോൺ അപ്ലൈ ചെയ്യണം. ആ സോൺ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടുള്ള മനോഹരമായ ഒരു വീഡിയോ ആണിത്. ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് അടിക്കാതെ കാണുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എഡ്യൂസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിന്റെ സവിശേഷതകൾ നിങ്ങൾക്കറിയാം. ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ ഫീൽഡിലുള്ള എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻസ് ഏറ്റവും ലളിതമായ രീതിയിലും അപ്ഡേറ്റഡ് ആയ രീതിയിലും അവൈലബിൾ ആക്കുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലാണ്. ആ ട്രസ്റ്റ് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെല്ലൈക്കണം, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, നമ്മുടെ വാട്സപ്പ് ചാനൽ അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. സോ എഡ്യൂസ് അക്കാഡമിയുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് നിരന്തരമായിട്ടുള്ള അപ്ഡേറ്റുകളായി ലഭിക്കുന്നതിനോടൊപ്പം തന്നെ എഡ്യൂസ് അക്കാഡമി നൽകുന്ന ഫ്രീ ക്ലാസ്സുകളും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. RRB റെയിൽവേ നഴ്സിംഗ് സേഫ് സോൺ ഏതാണ്? RRB റെയിൽവേ നഴ്സിംഗിന്റെ സേഫ് സോൺ ഏതാണെന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഏതൊക്കെയാണ് സോണുകളും അതുപോലെ തന്നെ ആ സോണുകളിലുള്ള ഒഴിവുകളും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ട് ഈ സോണുകൾ ഒരു ഏരിയ ഈ സൈഡിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തേ. ഈ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ സോണുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. സോണുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. കണ്ടല്ലോ, ജമ്മു, അതുപോലെ തന്നെ ചണ്ഡീഗഡ്, അജ്മീർ രാജസ്ഥാൻ, ഗോരഖ്പൂർ UP, അതുപോലെ തന്നെ അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ബീഹാറിൽ മുസഫർപൂർ, അതുപോലെ തന്നെ പാറ്റ്നയുണ്ട്. ജാർഖണ്ഡിൽ റാഞ്ചി, ബിലാസ്പൂർ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശിൽ ഭോപ്പാൽ, അതുപോലെ ഗുജറാത്തിൽ അഹമ്മദാബാദ്, മഹാരാഷ്ട്രയിൽ മുംബൈ, അതുപോലെ തന്നെ ഹൈദരാബാദ് സെക്കൻഡറാബാദ് ഏരിയകളുമായിട്ട് കണക്ട് ചെയ്യുന്ന സെക്കൻഡറാബാദ്, അതുപോലെ തന്നെ കർണാടകയിൽ ബാംഗ്ലൂർ, അതുപോലെ ചെന്നൈ, അതുപോലെ തന്നെ ട്രിവാൻഡ്രം സോൺ കിടപ്പുണ്ട്. പക്ഷേ നമ്മുടെ നിലവിലെ എക്സാമിന് വേക്കൻസീസ് RRB ട്രിവാൻഡ്രത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് പ്രത്യേകം മനസ്സിൽ വെച്ചേക്കുക, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഭുവനേശ്വർ ഉണ്ട്, അതുപോലെ തന്നെ കൊൽക്കത്തയുണ്ട്, സിലിഗുരി, മാൾഡ പ്രത്യേകം ശ്രദ്ധിക്കുക. വെസ്റ്റ് ബംഗാളിലാണ് കൊൽക്കത്ത, സിലിഗുരി, മാൾഡ, അതുപോലെ തന്നെ ആസാമില് ഗുവാഹട്ടി. ഓക്കെ അല്ലെ? ഇത്രയുമാണ് RRBയുടെ സോണുകൾ എന്ന് പറയുന്നത്. ആ ഓരോ സോണിലും നിലവിൽ 2024 പാരാമെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള വേക്കൻസീസിന്റെ എണ്ണം നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇത് കാണാൻ കഴിയുന്നുണ്ടാവും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജമ്മുവില് 4 വേക്കൻസീസ്, മുസഫർപൂർ 10 വേക്കൻസീസ് ആണുള്ളത്. അതുപോലെ തന്നെ അജ്മീർ 3 വേക്കൻസീസ് ആണ്. അതുപോലെ തന്നെ അഹമ്മദാബാദ് 20 വേക്കൻസീസ്, ഭോപ്പാൽ 18 വേക്കൻസീസ് ആണുള്ളത്. പാറ്റ്നയിൽ 23 വേക്കൻസീസും, പ്രയാഗ്രാജ് അല്ലെങ്കിൽ അലഹബാദിൽ 22 വേക്കൻസീസ് ആണ്. ഭുവനേശ്വറിൽ 5 വേക്കൻസീസ് ആണ്. റാഞ്ചിയിൽ 30 വേക്കൻസീസും, സിലിഗുരിയിൽ 15 വേക്കൻസീസും ആണുള്ളത്. അതുപോലെ തന്നെ ഗുവാഹട്ടിയിൽ 52 വേക്കൻസീസ് ആണ്. ബിലാസ്പൂരിൽ 26 വേക്കൻസീസ്, ഗോരഖ്പൂർ 73 വേക്കൻസീസ് ആണ്. മാൾഡ 22 വേക്കൻസീസ് ആണ്. കൊൽക്കത്ത 132 വേക്കൻസീസ് ഉണ്ട്. സെക്കൻഡറാബാദിൽ 40 വേക്കൻസീസ്, മുംബൈയിൽ 133 വേക്കൻസീസ്, ബാംഗ്ലൂർ 25 വേക്കൻസീസ്, അതുപോലെ തന്നെ ചെന്നൈയിൽ 58 വേക്കൻസീസ്. ഞാനിപ്പോ പറയുന്നത് RRB പാരാമെഡിക്കലിന്റെ നഴ്സിംഗിന്റെ ഒഴിവുകളാണ് ഞാനിപ്പോ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുകയാണ്, RRB നഴ്സിംഗിന്റെ ഒഴിവുകളാണ്. ഫാർമസി, ലാബ്, അതുപോലെ തന്നെ ഒപ്റ്റോമെട്രിസ്റ്റ്, ഇവയുടെ വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ നഴ്സിംഗ് ഒഴിവുകളുടെ എണ്ണം നിങ്ങൾക്ക് ഓരോ സോണിലും എത്രയൊക്കെയാണുള്ളത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എവിടെ അപേക്ഷിക്കണം അല്ലെ, നമുക്കൊന്ന് നോക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കൂടുതലും മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോൾ അന്യ സംസ്ഥാനത്തുള്ള ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട്. നമ്മുടെ വളരെയധികം സന്തോഷം. അവർക്ക് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ അല്ലെ? ശരി. അപ്പൊ ശ്രദ്ധിച്ചേ, ട്രിവാൻഡ്രം RRB ഈ പറയുന്ന പോലെ തന്നെ ഇത്തവണ ഒഴിവുകൾ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മലയാളികൾക്ക് എവിടെയൊക്കെ അപേക്ഷിക്കാം? ഞാൻ ആദ്യമേ പറയട്ടെ, നന്നായി പ്രിപ്പയർ ചെയ്യുന്നു കോൺഫിഡന്റ് ഉള്ള ആൾക്കാർക്ക് ഇതിലെ ഈ സോണിൽ എവിടെ വേണോ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതാണ് ശരിയായ വസ്തുത. ഓക്കെ അല്ലേ? ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുന്ന നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന ഏത് സോണിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം.
അവർക്ക് പരീക്ഷ എവിടെ എഴുതിയാൽ അത് ഒരുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഞാനിപ്പോ വേക്കൻസീസ് എത്രയുണ്ടെന്ന് പറഞ്ഞു, ആ ഒരു മിനിമൽ ബോധം വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി മറ്റൊരു വസ്തുത കൂടി ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. അതായത് വേറൊന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക, മലയാളികളായിട്ടുള്ള നമ്മള് ബാംഗ്ലൂർ ആയിക്കോട്ടെ, ചെന്നൈ ആയിക്കോട്ടെ, അവിടെ മുതൽ മുകളിലേക്കുള്ള ഏത് RRB തന്നെ തെരഞ്ഞെടുത്തോട്ടെ, നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, റെയിൽവേ ചിലപ്പോൾ കേരളത്തിൽ എക്സാം സെന്റർ തന്നു എന്ന് വരില്ല. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് പോസിബിലിറ്റി ആണ്, ചാൻസ് ആണ്. ചിലപ്പോൾ കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ ഉണ്ടാവില്ല. നിങ്ങൾ ഏത് സോണിലാണോ അപേക്ഷിക്കുന്നത് ആ സോണിന്റെ പരിസരത്തിൽ, അതിന്റെ കീഴിൽ വരുന്ന ഒരു ഏരിയയിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ പോയി പരീക്ഷ എഴുതേണ്ടി വരിക എന്നൊരു ബോധ്യം കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. സോ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, ജമ്മു ഒക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, അത് അപ്ലൈ ചെയ്യാം. അപ്പൊ അറിയുക, ജമ്മുവിന്റെ പരിസരത്ത് പോയി ചിലപ്പോൾ എക്സാം എഴുതേണ്ടി വരും. ചിലത് അങ്ങനെയാണ്. നിങ്ങൾക്കറിയാം, PSC സെൻട്രൽ ഗവൺമെന്റ് പരീക്ഷകൾ എഴുതുമ്പോൾ അവർക്ക് പരീക്ഷ എഴുതാൻ പോകുന്നത് ഒരു ടൂർ പോലെയാണ്. സോ അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ട്. അവര് ജോളി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങ് പോയി എഴുതാം. ഞാൻ അല്ലാതെ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ഇത് കാണുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എടുത്തു പറയുന്നു, നിങ്ങൾ ഈ പറയുന്ന പോലെ ഏത് സോണാണോ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ പരിസരങ്ങളിൽ പോയി പരീക്ഷ എഴുതാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്നുകൂടി ഒരു ഉത്തമ ബോധ്യത്തിൽ വേണം പരീക്ഷ അപ്ലൈ ചെയ്യാൻ. സോ ഇനി മലയാളികളായിട്ടുള്ള നമുക്ക് എവിടെയൊക്കെ അപേക്ഷിക്കുന്നതിന് കൂടുതൽ പോസിബിലിറ്റി കിട്ടുക? ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്നത് ചെന്നൈക്ക് തന്നെ ആയിരിക്കും. ഫസ്റ്റ് പ്രിഫറൻസ്. എന്തുകൊണ്ട് ചെന്നൈ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചേക്കുക. ഇപ്പൊ എന്തായാലും തമിഴർ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അറിയാം, മലയാളികളുടെ അത്രയും ഡെൻസിറ്റി ഇല്ലാത്ത സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. പോപ്പുലേഷൻ കൂടുതൽ തന്നെയാണ്, ഇല്ലെന്നല്ല. സോ അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ചെന്ന് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ചെന്നൈ. ചെന്നൈയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 58 ആണ്. സോ 58 ഒഴിവുകളുള്ള ചെന്നൈ ഒരു വശത്ത്, 25 വേക്കൻസീസ് ഉള്ള ബാംഗ്ലൂർ ഒരു വശത്ത്. ഓക്കെ അല്ലേ? ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വസ്തുത, ഫസ്റ്റ് പ്രിഫറൻസ് ചെന്നൈ കൊടുത്തതിന്റെ കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ചെന്നൈയാണ് എക്സാം സെന്റർ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഒരു ദിവസം കൊണ്ട് യാത്ര ചെയ്ത് പോയി ചെന്ന് എഴുതി വരാൻ പറ്റും. രണ്ട്, ജോലി കിട്ടിയാൽ നിങ്ങൾ അറിയുക, ഈ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ തിരുവനന്തപുരത്ത് കിട്ടാം. കാര്യം സദേൺ സോണിന് കീഴിലാണ് ചെന്നൈ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്ത് ജോലി കിട്ടാം. തമിഴ്നാട്ടിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അറിയുക, മറ്റ് ഭാഷകളെക്കാൾ മലയാളികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണ് തമിഴ്. സോ അതുകൊണ്ട് തന്നെ വർക്കിംഗ് കണ്ടീഷൻസും വലിയ തരക്കേടില്ലാതെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ചെന്നൈ കഴിഞ്ഞാൽ അടുത്ത പ്രിഫറൻസ് നിങ്ങൾക്ക് പോകാം ബാംഗ്ലൂർ ആണ്. ബാംഗ്ലൂർ ഈ പറയുന്ന പോലെ തന്നെ അഗൈൻ ഒരു ദിവസം കൊണ്ട് പോയി തന്നെ നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ കഴിയും. മാത്രവുമല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ബാംഗ്ലൂരിന് മറ്റൊരു സവിശേഷത, ഞാൻ സെക്കൻഡ് പ്രിഫറൻസ് കൊടുത്തതിന്റെ സവിശേഷത, ചെന്നൈയുടെ പരിസര പ്രദേശങ്ങളായി തമിഴ്നാടിന്റെ നോർത്തേൺ റീജിയനിൽ വരുന്ന ആൾക്കാരും ചിലപ്പോൾ ബാംഗ്ലൂർ ഓപ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ പ്രത്യേകം ഓർത്തിരിക്കുക, ചെന്നൈ എഴുതുന്ന ആൾക്കാരും അതുപോലെ തന്നെ പോസിബിലിറ്റീസ് ഈ എണ്ണത്തിന്റെ വേക്കൻസീസിന്റെ എണ്ണത്തിന്റെ കാര്യത്തിലും കൂടുതൽ ഉണ്ട് എന്നുള്ള സെൻസിലാണ് ഞാൻ എന്ത് ചെയ്തത്, ചെന്നൈ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചത്. സെക്കൻഡ് നമ്മൾ ബാംഗ്ലൂർ കൊടുത്തു. ഇനി ഒരുപാട് പേര് പറയുന്ന മറ്റൊരു കാര്യമാണ് മുംബൈയും കൊൽക്കത്തയും. കാര്യം അവിടെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, RRBയുടെ നഴ്സിംഗിന് കൊൽക്കത്തയിൽ 132ഉം മുംബൈയിൽ 133ഉമാണ്. സോ ഇവിടെ ശ്രദ്ധിച്ചേ, മുംബൈ അപ്ലൈ ചെയ്യണമെന്ന് ചില യൂട്യൂബ് ചാനലുകാരെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുന്നു, ശ്രദ്ധിച്ചേ, ഈ മുംബൈയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച സുഹൃത്തുക്കളെ. മുംബൈ എന്ന് പറയുന്ന ഒരു ഏരിയ ഇതാ കണ്ടല്ലോ, ഗുജറാത്തിന്റെ സദേൺ സൈഡ്, മധ്യപ്രദേശിന്റെ സദേൺ സൈഡ്, അതുപോലെ മഹാരാഷ്ട്ര, മുഴുവൻ മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്ര നോർത്തേൺ സൈഡ്, അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക കർണാടകയുടെ നോർത്തേൺ സൈഡ്, ഗോവ, ഇത് ഗോവയാണേ, ഗോവ, ഇത്രയും ഏരിയ കവറപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത് മുംബൈ. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ 133 വേക്കൻസീസ് എന്ന് പറയുന്നത് അത്ര വലിയ വേക്കൻസീസ് അല്ല. സോ അതുകൊണ്ട് മുംബൈ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ പറയുന്ന പോലെ ഈ ഒരു വസ്തുത എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. പ്രത്യേകം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം അത് അപ്ലൈ ചെയ്യാൻ. കൊൽക്കത്തയിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ മുംബൈ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ നിങ്ങളോട് പറയാ കൊൽക്കത്തയായിരിക്കും. കാര്യം എന്താ, കൊൽക്കത്തയിൽ ഇപ്പൊ 132 വേക്കൻസീസ് ഉണ്ട്. 132 വേക്കൻസീസ്. അവിടെ ശ്രദ്ധിച്ചേ, കൊൽക്കത്ത എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിനോട് ചേർന്ന് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം സെന്റേഴ്സ് വരുന്നുണ്ട്, എക്സാം സോൺസ് വരുന്നുണ്ട്. ഒന്ന് നോക്കിയേ, ഇപ്പൊ കൊൽക്കത്തയിൽ തന്നെ, ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ തന്നെ കൊൽക്കത്ത ഒന്ന്, സിലിഗുരി ഒന്ന്, അത് കഴിഞ്ഞ് ചെയ്താ മാൾഡ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും ഏരിയ എവിടെ വരുന്നുണ്ട്, വെസ്റ്റ് ബംഗാളിൽ വരുന്നുണ്ട്, അതിന്റെ പരിസര പ്രദേശത്ത് വരുന്നുണ്ട്. തൊട്ട് താഴത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതേ ബംഗാളീസിന് തന്നെ ഒഡീഷയിൽ ചെന്ന് ഭുവനേശ്വറി കോമ്പീറ്റ് ചെയ്യാൻ പറ്റും, റാഞ്ചിയിലുള്ളവർക്ക് അവിടെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും, പാറ്റ്ന, മുസഫർപൂർ, ഖൊരഗ്പൂർ, അലഹബാദ്, ബിലാസ്പൂർ വരെയുള്ള ഏരിയകൾ ഇങ്ങനെ പരസ്പരം ഏകദേശം കണക്റ്റഡ് ആണ്. ഓക്കെ അല്ലേ? ആ സെൻസിൽ നോക്കിയാൽ നിങ്ങൾക്ക് ചെന്ന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു സ്ഥലമാണ് ഗുവാഹട്ടി. ഗുവാഹട്ടിയിൽ നിങ്ങൾക്ക് എത്ര വേക്കൻസീസ് ഉണ്ട്? 52 വേക്കൻസീസ് ഉണ്ട്.
കാര്യം അത്രയും ദൂരം റീച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ സദേൺ സൈഡിൽ നിന്നുള്ള ആൾക്കാരുടെ കോമ്പറ്റീഷൻ ഗുവാഹട്ടി കുറവായിരിക്കും. ഓക്കെ അല്ലേ? ഞാൻ സജസ്റ്റ് ചെയ്തത് എന്തിന്റെ ബേസിലാണ്? ലീസ്റ്റ് പ്രിഫറൻസിന്റെ ബേസിസിലാണ് കേട്ടോ. ഇവയെ കമ്പയർ ചെയ്താൽ നല്ലൊരു ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഗുവാഹട്ടി എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ ഞാൻ തിരിച്ചു വീണ്ടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, മലയാളികളായിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് എവിടെ അപ്ലൈ ചെയ്യുന്നതാണ് ചെന്നൈ, അത് കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂർ, പിന്നെ ഒരു കാരണവശാലും മുംബൈ അപ്ലൈ ചെയ്യുന്നതോട് ഞാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ഞാൻ കാരണം പറഞ്ഞു. സെക്കൻഡറാബാദിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സെക്കൻഡറാബാദ് തിരഞ്ഞെടുക്കാൻ നിൽക്കുന്ന ആൾക്കാരോട് തെലങ്കാന, ആന്ധ്ര എന്ന് പറയുന്ന രണ്ട് വലിയ സംസ്ഥാനങ്ങളും ഒഡീഷയുടെ സൈഡ്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ഇതാ കിടപ്പുണ്ട്. എഗെയിൻ മഹാരാഷ്ട്ര, ഈ പറയുന്ന ഏരിയയിലുള്ള ആൾക്കാർക്കും ഇവിടെയൊക്കെ എന്ത് ചെയ്യാം, കാര്യമായിട്ട് വന്ന് അപ്ലൈ ചെയ്ത് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, എക്സാം എഴുതി മടങ്ങി പോകാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ അവിടെയും കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? ശരി. അപ്പോ വീഡിയോ ഈ കൺഫ്യൂഷൻ മാറ്റുന്നതിലേക്ക് നിങ്ങളെ സഹായിച്ചു ഞാൻ ശരിക്കും വിശ്വസിക്കുകയാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, എഡ്യൂസ് അക്കാഡമി ഈ തരുന്ന ആ ഒരു ഇമേജ് പ്രത്യേകം ശ്രദ്ധിക്കുക. റെയിൽവേ സോണുകളുടെ ഇമേജ് ആണ്. പ്രത്യേകം ഓർത്തിരിക്കുക, നമ്മൾ കണ്ടതാണ് ഈ സോൺസ്, നമ്മൾ കണ്ടതാണ്. യെസ്, ജമ്മു, അതുപോലെ തന്നെ ചണ്ഡീഗഡ്, അതുപോലെ ഗോരഖ്പൂർ, മുസഫർപൂർ, ഈ ഏരിയകളെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സോൺസ് ഓഫ് ഇന്ത്യൻ റെയിൽവേ പ്രത്യേകം മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ, വേറെ അധികമൊന്നുമില്ല. ഞാനതാ ഇവിടെ ഒരു നമ്പർ നിങ്ങളെ കാണിക്കുകയാണ്, നമ്പർ 7 എന്ന് പറഞ്ഞ് മഞ്ഞ കളറിൽ കണ്ടോ, യെല്ലോ കളറിൽ. യെസ്, ഈ 7 എന്ന് പറയുന്ന സോണിലാണ് പ്രധാനമായിട്ടും ചെന്നൈ വരുന്നത്, അതുപോലെ തന്നെ തിരുവനന്തപുരം വരുന്നത്. തിരുവനന്തപുരം, ചെന്നൈ ഒക്കെ ഈ 7th വരുന്നത്, സദേൺ സോൺ. ബാംഗ്ലൂർ വരുന്നത് പക്ഷെ 10 എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റേൺ സോണിലാണ്. ഓക്കെ അല്ലേ? ഈ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ചെന്നൈ വരുന്നത് സദേൺ റെയിൽവേ സോണിന്റെ കീഴിലും ബാംഗ്ലൂർ വരുന്നത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക സൗത്ത് വെസ്റ്റേണിന്റെ കീഴിലുമാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ശരി. എഡ്യൂസ് അക്കാഡമി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, RRB പാരാമെഡിക്കൽ മെഡിക്കൽ ഫീൽഡിലുള്ള എക്സാമുകൾക്ക് വർഷങ്ങളായിട്ട് ട്രെയിനിങ് നൽകി വരുന്നു. സോ RRB പാരാമെഡിക്കൽ എക്സാംസിന് വേണ്ടി നഴ്സിംഗ്, ലബോറട്ടറി, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ്, അതുപോലെ ഒപ്റ്റോമെട്രിസ്റ്റ് തുടങ്ങിയ എക്സാംസിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് RRBയുടെ മാത്രമല്ല കേരള PSCയുടെ നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഇപ്പോൾ സ്റ്റാഫ് നഴ്സ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഒരു കോംബോ ഓഫർ നിങ്ങളെ പെട്ടെന്ന് പരിചയപ്പെടുത്തുകയാണ്. ഉടനടി ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം ഞങ്ങൾ നൽകുന്ന ഒരു കോംബോ ഓഫറാണ്. റെയിൽവേ സ്റ്റാഫ് നഴ്സ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഞങ്ങൾ കേരള PSC കൂടി നടത്താൻ പോകുന്ന സ്റ്റാഫ് നഴ്സ് പരീക്ഷയുടെ കോച്ചിങ് കൂടി സൗജന്യമായിട്ട് അവർക്ക് നൽകും. സോ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും. ഏതൊരാൾക്കും ഒരു വർഷം വരെ നിങ്ങൾക്ക് ആ കോഴ്സ് ഫീൽ ആക്സസ് ലഭിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ സുവർണാവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. RRBയുടെ റെയിൽവേ സ്റ്റാഫ് നഴ്സ് പരീക്ഷയ്ക്ക് വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്ക് കേരള PSC നടത്തുന്ന സ്റ്റാഫ് നഴ്സ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കോച്ചിങ് കൂടി ഞങ്ങൾ കോംബോ ആയിട്ട് നൽകുകയാണ് വിത്ത് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ്. ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ്. എസ്പെഷ്യലി നഴ്സിംഗ് ഫീൽഡ് എടുത്തു പറയേണ്ടതാണ്. മുൻകാലങ്ങളിൽ വലിയ വിജയം നേടാൻ എഡ്യൂസ് അക്കാഡമിയെ സഹായിച്ച അധ്യാപകർ തന്നെയാണ് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാ രീതിയിലും സഹായകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.